അവനൊരു പാവാന്നാ ഞാൻ കരുതിയത്. അവൻ ആള് ജഗജില്ലയാണല്ലോ. അവൻ ചതിയന സാറേ. എന്റെ പെങ്ങളെ അവനെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണേ. എന്റെ മക്കൾക്ക് ഇത് എന്ത് പറ്റിയാവോ? അവരെവിടെ പോയി കാണും? നിന്നോടല്ലേടി പറഞ്ഞത്? വിടാനാ പറഞ്ഞത്. അപ്പോ ഈ വേണുഗോപാല് ആളൊരു പ്രശ്നക്കാരനാണല്ലേ? ഈ ഒരു മാസത്തിനിടയ്ക്ക് ഇത് രണ്ടാമത്തെ കേസാണ് അവന്റെ പേരിൽ. അതും പെൺകുട്ടികളെ കാണാതായതിന്റെ പേരിൽ. ഒന്ന് ഭാര്യയാണെങ്കിൽ മറ്റൊന്ന് അവിഹിതത്തിലെ നായിക. കൊള്ളാം. അവന്റെ സ്വഭാവം ശരിക്കും അറിയാവുന്നോണ്ടാ ഞങ്ങളെ പെങ്ങളെ അവന് കെട്ടിച്ചു കൊടുക്കാത്തെ. പക്ഷേ അവൾ ഇറങ്ങിപ്പോയി. എന്നിട്ടിപ്പോ അനുഭവിക്കുന്ന മുഴുവൻ ഞങ്ങളും. ആട്ടെ, ശരിക്കും എന്തായിരുന്നു പ്രശ്നം? കുറെയൊക്കെ സാറ് പറഞ്ഞു കാണുമല്ലോ. ഊർമിളയുടെ പേരിൽ അവരൊന്ന് തെറ്റിയതാ. പിന്നെ എല്ലാം മറന്ന് എൻ്റെ മോൾ അവൻ്റെ കൂടെ പോയി. അവിടെ ചെന്ന് കയറുന്നതിന് മുമ്പേ അവൻ അവളുമായി പ്രശ്നം ഉണ്ടാക്കി കാണും. അല്ലാതെ അവൾ അവിടെ നിന്ന് ഇറങ്ങി വരില്ല. ഇതുവരെ വീട്ടിൽ വന്നിട്ടില്ല. ഞങ്ങൾ ഒരുപാട് അന്വേഷിച്ചു. എവിടെയാണെന്ന് ഒരു പിടിയില്ല. ഊർമിള ഇപ്പോ അവന്റെ കൂടെ ഉണ്ട് സാർ. കൃഷ്ണപ്പണിക്കർ പരാതി പിൻവലിച്ച് മോളെയും കൊണ്ട് പോയതാണല്ലോ. പിന്നെ അവളെങ്ങനെ അവന്റെ കൂടെ വന്ന്? അത് അവളുടെ ഗർഭത്തിന് ഉത്തരവാദി അവനാണെന്ന് പറഞ്ഞു കൊണ്ടാക്കിയതാ. ആ കേസിൽ നിന്ന് അവൻ ഊരിയപ്പോ അവനൊരു പാവാന്നാ ഞാൻ കരുതിയത്. അവൻ ആള് ജഗജില്ലയാണല്ലോ. അവൻ ചതിയന സാറേ. എന്റെ പെങ്ങളെ അവനെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നണേ. സാർ, എൻ്റെ മകളും കുട്ടികളും അവർക്ക് എന്തെങ്കിലും പറ്റിക്കാണുമെന്ന എൻ്റെ പേടി. അവൾ എന്തെങ്കിലും കടുകൈ കാണിച്ചാൽ പിന്നെ ഞാനുണ്ടാവില്ല. ഞാൻ നിർബന്ധിച്ചിട്ടാണ് എൻ്റെ മോൾ അവൻ്റെ കൂടെ പോയത്. എന്നിട്ടിപ്പോ സാറ് വേണുവിനെ വിളിച്ചൊന്ന് ചോദിക്കണം. മര്യാദയ്ക്ക് ചോദിച്ചാലൊന്നും അവൻ മറുപടി പറയില്ല. പഠിച്ച കള്ളനാ. ഞങ്ങളുടെ വഴിക്കൊന്ന് അന്വേഷിക്കാം. ഏതായാലും അവൻ അധിക ദൂരം പോയി കാണാൻ വഴിയില്ല. ഞാൻ അന്വേഷിക്കാം. സാർ, എൻ്റെ മകളും കുഞ്ഞുങ്ങളും അവരെ എങ്ങനെയെങ്കിലും കണ്ടെത്തി തരണം. നമ്പ്യാര് വിഷമിക്കാതെ. മകളും പേരക്കുട്ടികളും എവിടെ ഉണ്ടെങ്കിലും ഞാൻ കണ്ടുപിടിച്ചു തരാം. നിങ്ങൾ സമാധാനമായിട്ട് പോയിക്കോളൂ. ഏതായാലും ഒരു പരാതി എഴുതി തന്നേക്ക്. ബാക്കി ഞാൻ നോക്കിക്കോളാം. ഓ ശരി സാർ. കാണേണ്ട രീതി തന്നെ സാധനം കണ്ടോളാം.
പീറ്ററെ, അവരെ കാണുന്നില്ലടാ. എടാ, ഞാൻ എന്താ ചെയ്യാ? നീ വിഷമിക്കാതെ, നമുക്ക് തിരയാം. അവർ ഈ സിറ്റി വിട്ട് വേറെ എങ്ങും പോയില്ല. എന്താ വേണം? എന്താ നിർത്തിയത്? എടാ, എനിക്കെന്തോ വല്ലാത്ത പേടി തോന്നുന്നു. മൃദുലയും എൻ്റെ മക്കളും എന്നോട് പക വീട്ടാൻ അവരെന്തെങ്കിലും ബുദ്ധിമോശം കാണിച്ചളയോ? ഹ, നീ ഇങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ ആയാലോ? നീ ആവശ്യമില്ല ടെൻഷൻ അടിക്കാതെ. മൃദുലയ്ക്ക് മക്കളെയും കുട്ടി അങ്ങനെ ചെയ്യണമായിരുന്നെങ്കിൽ പണ്ടേ ആവായിരുന്നില്ലേ? നീ ഊർമിളയുടെ കൂടെ വീടെടുത്ത് താമസിക്കുന്നു എന്ന് അറിഞ്ഞപ്പോ പോലും അവളതിനെ തുനിഞ്ഞില്ലല്ലോ. തന്നെയുമല്ല, നിന്റെ പേരിൽ ആരോപണങ്ങൾ കേട്ട് കേട്ട് അവൾക്കിപ്പോ ശീലമായി. അതുകൊണ്ട് തന്നെ എടുത്ത് അടി അരുതാത്തൊന്നും അവള് ചെയ്യില്ല. നീ സമാധാനമായിട്ടിരിക്കേ. സമയം കളയണ്ട, നീ വണ്ടി എടുക്ക്. മമ്മി, എനിക്കിനി നടക്കാൻ വയ്യ മമ്മി. കാല് വേദനിക്കുന്നു. കുടിക്കാൻ എന്തെങ്കിലും വാങ്ങിച്ചതാ. എനിക്കും വേണം. വരൂ. രണ്ട് ജ്യൂസ്. മമ്മിക്ക് വേണ്ടേ? വേണ്ട, മക്കളെ കുടിച്ചോ. വേഗം കുടിക്കാം. എന്തായി? എന്റെ മോളും കുട്ടികളും വന്നില്ലേ? എന്താ നിങ്ങൾ എന്താ ഒന്നും മിണ്ടാത്തെ? എന്റെ മോളെന്തേ? അവളെ കണ്ടില്ലേ? ഇല്ല, ഞങ്ങൾ എല്ലായിടത്തും അന്വേഷിച്ചു. എന്റെ ഭഗവാനെ, എന്റെ മക്കൾക്ക് ഇത് എന്ത് പറ്റിയാവോ? അവരെവിടെ പോയി കാണും? അവൾ എന്തെങ്കിലും അവിവേകം കാണിക്കുവോ? പത്മം, നീ ഒന്ന് സമാധാനപ്പെട്. അവളിങ്ങി വരും. നിങ്ങളൊന്നും മിണ്ടണ്ട. നിങ്ങൾ പറഞ്ഞിട്ട് അവൾ അവന്റെ കൂടെ പോയത്. എന്നിട്ട് ഇപ്പൊ എന്തായി? അവളെ 10 മാസം ചുമന്ന് പ്രസവിച്ച ഞാനാ. എന്റെ ദണ്ണം നിങ്ങൾക്ക് മനസ്സിലാവില്ല. എന്റെ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ച നിങ്ങളെ പെങ്ങടെ മരുമാനെ ഒന്നിനെ ഞാൻ വെറുതെ വിടില്ല. എല്ലാത്തിനും കൊന്ന് ഞാനും ചാവും.
നീ വേണ്ടാത്ത ഒന്നും ചിന്തിക്കണ്ട. ഒന്ന് ആലോചിച്ച് നോക്ക്. ആ കുഞ്ഞുങ്ങളുടെ മുഖം കണ്ടുകൊണ്ട് അവക്ക് എന്തെങ്കിലും കടുങ്കൈ ചെയ്യാൻ തോന്നുമോ? ദേഷ്യം ഒന്ന് അടങ്ങുമ്പോൾ അവളിങ്ങി വരും. ഇല്ലെങ്കിൽ വേണുവിൻ്റെ അടുത്തേക്ക് പോകും. നീ ഒന്ന് സമാധാനിക്കേ. സമാധാനം ചത്താല ഇനി വീട്ടിൽ സമാധാനം കിട്ടുക, അല്ലെങ്കിൽ വന്നു കയറിയ ചേട്ടകൾ ഒഴിഞ്ഞു പോണം. ഈ മനുഷ്യ, നിങ്ങൾ ഇങ്ങനെ കുന്തം വിഴുങ്ങിയ പോലെ ഇരിക്കാതെ എന്റെ മോളെ അന്വേഷിക്കുക. എന്നിട്ട് പോകുന്നുണ്ടോ നിങ്ങള്? അന്വേഷിച്ചിട്ട് വന്നത് നീ കണ്ടില്ലേ? ഞങ്ങളാൽ കഴിയാവുന്നിടത്തൊക്കെ അന്വേഷിച്ചു. ഒടുവിൽ പോലീസ് സ്റ്റേഷനിലും അറിയിച്ചു. അവരിപ്പോ അന്വേഷണം തുടങ്ങിയിട്ടുണ്ടാവും. ഏത് പണ്ടാരക്കാലന്മാരും അന്വേഷിച്ചാലും വേണ്ടില്ല, വൈകുന്നേരം ആകുമ്പോ മൃദുല ഇവിടെ എത്തണം. ഇല്ലെങ്കിൽ പത്മാവതി ആരാന്ന് ഇവിടെ ചിലരൊക്കെ അറിയും. അറിയിച്ചിട്ടേ ഞാൻ അടങ്ങൂ. ഓഹോ, ഇവിടെ ഇങ്ങനെ കണ്ടും കേട്ടും സന്തോഷം നിൽക്കല്ലേടി? നിന്റെ ചേട്ട എന്റെ മോടെ കഴുത്തി താലി കെട്ടി അന്ന് തുടങ്ങിയ സ്വൈര്യക്കേടാ. നീയും കൂടി ഇവിടെ കാലെടുത്ത് വെച്ചപ്പോ എല്ലാം തികഞ്ഞു. നശിച്ചോളെ. ചേട്ടനോട് ഓതി ഓതി കൊടുത്ത് എന്റെ മോളെ നീ കൊലയ്ക്ക് കൊടുത്തല്ലേടി? നിന്നെ ഇന്ന് എന്താ ഇത്? ഞാൻ പത്മം, അവളെവിടെ? മോളകത്ത് പോ. ഡി, വേണ്ട, ഇവളിനി ഇവിടെ നിക്കണ്ട. എന്റെ മോളില്ലാത്ത വീട്ടിൽ ഇവളിനി താമസിക്കണ്ട. പോടി, പോടി. പത്മം, നിന്നോടല്ലേടി പറഞ്ഞത്? പത്മം, പറഞ്ഞ കേട്ടില്ലേടി? നീ ഒന്ന് അടങ്ങ്. നിന്നോടാ മോളെ വിട്. ഡി, വിടാനാ പറഞ്ഞത്. ഡി. മൃദുലേ, നീ ഇതെവിടെ പോയിട്ട് വരാ? എവിടെയും പോയതല്ലമ്മേ, ഇങ്ങോട്ടായിട്ട് തന്നെ വന്നതാ. അല്ല, നിങ്ങളെ വേണോന്ന് കൂട്ടിക്കൊണ്ടുപോകാൻ വരുമെന്ന് പറഞ്ഞു. പറഞ്ഞ വാക്ക് വേണുവട്ടം പാലിച്ചു. ഞങ്ങൾ കൂടെ ചെല്ലുകയും ചെയ്തു. ഞങ്ങളിപ്പോ അവിടുന്ന് വരിക. നിങ്ങൾ ആകെ വല്ലാതിരിക്കുന്നല്ലോ. എന്താ മൃദുലേ, എന്തു പറ്റി? അമ്മ സംസാരിച്ച് മനസ്സ് മാറ്റിയെടുത്താണ് വേണുവേട്ടൻ എന്നെയും മക്കളെയും വിളിച്ചുകൊണ്ടു പോകാൻ തയ്യാറായതെന്ന് എനിക്കറിയാം. അമ്മയുടെ നല്ല മനസ്സിന് ഞാൻ കടപ്പെട്ടവളാണ്. കഴിഞ്ഞതെല്ലാം മറന്ന് ഒരുമിച്ച് ജീവിക്കാൻ തയ്യാറായ എല്ലാരെയും വെറുപ്പിച്ചോണ്ട് ഞാൻ മക്കളെയും കൂട്ടി കൂടെ പോവാൻ തീരുമാനിച്ചത്. പക്ഷെ ഒരുമിച്ചുള്ളൊരു ജീവിതം ഒരിക്കലും സാധ്യാവില്ലെന്ന് അവിടെ കാലുകുത്തിയപ്പോ തന്നെ എനിക്ക് ബോധ്യപ്പെട്ടു. എന്താ മോളെ നീ പറയുന്നേ? എന്താ വല്ല പ്രശ്നം ഉണ്ടായോ?
എന്തായാലും മോൾ അമ്മയോട് പറ. അത് അവള് ആ ഊർമിളയും അവിടെ വന്നിട്ടുണ്ട്. അവളുടെ ഗർഭത്തിന്റെ ഉത്തരവാദിത്വം അമ്മയുടെ മകൻ ഏറ്റെടുക്കണമെന്ന് പറഞ്ഞ് അവളുടെ അച്ഛനും അമ്മയും കൊണ്ടുവിട്ടതാ. ദേവി, എന്താ ഈ കേക്കുന്നേ? ആരെന്തു പറഞ്ഞിട്ടും ഉള്ളോണ്ട് ഇതുവരെ ഞാൻ വിശ്വസിച്ചിരുന്നില്ല. പക്ഷെ ഇന്ന് കേട്ടതെല്ലാം ശരിയാണെന്ന് ബോധ്യപ്പെട്ടു. ഇനി വയ്യമ്മൻ മടുത്തു. ഭാര്യയും കാമുകിയും ഒരേ കൂരയ്ക്ക് കീഴ്. അത് ശരിയാവില്ല. വേണുവേട്ടൻ അവളുടെ കൂടെ സുഖമായിട്ട് ജീവിക്കട്ടെ. ഞാനും മക്കളും ഇനി ഒരിക്കലും ശല്യാവില്ല.